Hi, hello, welcome back to Call Me Honest. Next, we are discussing about perimeter of a triangle. Consider a triangle having three given sides of length 4 cm, 5 cm and 7 cm. Find its perimeter. Perimeter of the triangle എന്ന് പറയുന്നത് അതിൻ്റെ എത്ര ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ആണുള്ളത്, 3 സൈഡിൻ്റെയും കൂടി ആഡ് ആക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ 4 cm plus 5 cm plus 7 cm equal to 16 cm. Perimeter of a triangle equal to sum of the length of its 3 sides. ഇതാണ് ഇതിന് സെൻറ്റൻസ് ആയിട്ട് എഴുതേണ്ട ഏരിയ. പെരിമീറ്റർ, ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇസ് ദ സമ്മ്, കൂട്ടുകയാണ് ചെയ്യേണ്ടത്. സം ഓഫ് ദി എന്താണ്, അതിൻ്റെ 3 സൈഡുകളും കൂട്ടുകയാണുള്ളത്. ലെങ്ത് ഓഫ് ഇറ്റ്സ് 3 സൈഡ്സ്, 3 സൈഡ്സിൻ്റെ ലെങ്ത്തും ആഡ് ആക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, അക്ഷി വാണ്ട്സ് ടു പുട്ട് ലേസ് all around a rectangular tablecloth that is 3 meter long and 2 meter wide. Find the length of the lace required. അക്ഷി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ കയ്യിൽ ഒരു റെക്ടാങ്കുലർ ടേബിൾ ക്ലോത്ത് ആണ് ഉള്ളത്. അതിൻ്റെ ചുറ്റോറും ലേസ് പിടിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഈ അക്ഷിൻ്റെ ആ ഒരു ടേബിൾ ക്ലോത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3 മീറ്ററും വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 മീറ്ററുമാണ്. ആദ്യം തന്നെ കാണാം അതിന് എത്രങ്ങാനും ലേസാണ് അപ്പോൾ ആ ഒരു കുട്ടിക്ക് വേണ്ടി വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടുപിടിക്കുക. നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടാൽ മതി എന്നുള്ളത്. ലെങ്ത്ത് തന്നിട്ടുണ്ട് 3 മീറ്ററാണ്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 2 മീറ്ററാണ് എന്നുള്ളത്. അപ്പോൾ സൊല്യൂഷനായിട്ട് നമുക്ക് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കുലർ ടേബിൾ ക്ലോത്ത് ഈക്വൽ ടു 3 മീറ്റർ, ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കുലർ ടേബിൾ കവർ ഈക്വൽ ടു 2 മീറ്റർ. ഇനി ആഷ്കിക്ക് എന്താ വേണ്ടേ? അവിടെ ആ ടേബിളിൻ്റെ ചുറ്റോറും ലേസ് പിടിപ്പിക്കണം. ആഷ്കി വാണ്ട്സ് ടു പുട്ട് ലേസ് ആൾ അറൗണ്ട് ദി ടേബിൾ ക്ലോത്ത്. ദെയർഫോർ ദ ലെങ്ത് ഓഫ് ദ ലേസ് റിക്വയർഡ് വിൽ ബി ദി പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കുലർ ടേബിൾ ക്ലോത്ത്. റെക്റ്റാങ്കുലർ ടേബിൾ ക്ലോത്തിൻ്റെ പെരിമീറ്റർ ആയിരിക്കും ആഷ്കിക്ക് വേണ്ട ലെങ്ത്, ലേസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. നൗ ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കുലർ ടേബിൾ ക്ലോത്ത് ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് ഇറ്റ്സ് ലെങ്ത്ത് ആൻഡ് ബ്രെഡ്ത്ത്, ട്വൈസ് ദി സമ്മേഷൻ ഓഫ് ഇറ്റ്സ് ലെങ്ത്ത് ആൻഡ് ബ്രെഡ്ത്ത് ആണ്. 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത്ത് 3 മീറ്ററും ബ്രെഡ്ത്ത് 2 മീറ്ററുമാണ്. 2 ഇൻറ്റു 3 പ്ലസ് 2, 3 പ്ലസ് 2 5 ആണ്. 2 ഇൻറ്റു 5 മീറ്റർ ഈക്വൽ ടു 10 മീറ്റർ. ഹെൻസ് ദ ലെങ്ത്ത് ഓഫ് ദി ലേസ് റിക്വയർഡ് ഈസ് 10 മീറ്റർ. അഷ്കിക്ക് വേണ്ട ആ ഒരു ലേസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 10 മീറ്റർ വേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഉഷ ഇഫ് ഷീ ടേക്സ് 3 റൗണ്ട്സ് ഓഫ് എ സ്ക്വയർ പാർക്ക് ഓഫ് സൈഡ് 75 സെൻറ്റിമീറ്റർ. ഇവിടെ തന്നിട്ടുണ്ട് സ്ക്വയറിൻ്റെ പാർക്കാണുള്ളത്, സ്ക്വയറാണുള്ളത്. അതിൻ്റെ ഒരു സൈഡ് 75 മീറ്ററാണ്. സ്ക്വയറിന് 4 സൈഡാണുള്ളത്, അതിൻ്റെ ചുറ്റളവ്. അപ്പോൾ ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മുഴുവനായിട്ട് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ 75 മീറ്ററാണ് ഒരു സൈഡ് എന്നുണ്ടെങ്കിൽ സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണണമെങ്കിൽ 4 ഇൻറ്റു സൈഡാണ്. 4 ഇൻറ്റു 75 ഈക്വൽ ടു 300 ആണ്. ഉഷ ഒരു റൗണ്ടിൽ മൂവ് ചെയ്തിട്ടുണ്ടാവുക, ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ തന്നിട്ടുള്ളത് 3 ടൈംസാണ്. 3 ടൈംസ് ട്രാവൽ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉഷ ഇൻ 3 റൗണ്ട്സ്, 3 റൗണ്ടിലാവുമ്പോൾ 3 ഇൻറ്റു 300 മീറ്റർ ആവും. അപ്പം 900 കിട്ടും. സൊല്യൂഷൻ ഒന്ന് വായിക്കുക എങ്ങനെ എഴുതേണ്ടതെന്ന്. ഫസ്റ്റ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ പാർക്ക്, അത് 4 ഇൻറ്റു ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ് ആയിരിക്കും. 4 ഇൻറ്റു 75 മീറ്റർ 300 മീറ്റർ. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഉഷ ഇൻ 1 റൗണ്ട് 300 മീറ്റർ. ദെയർഫോർ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഉഷ ഇൻ 3 റൗണ്ട്സ് ഈക്വൽ ടു 3 ഇൻറ്റു 300 മീറ്റർ 900 മീറ്റർ എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഫൈൻഡ് ദ മിസ്സിംഗ് ടേംസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ 14 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണ്, ലെങ്ത്ത് അറിയില്ല. ആദ്യം തന്നെ അറിയാം, ഇക്വേഷൻ എന്നുള്ള രീതിക്ക് എഴുതാം. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. ലെങ്ത്ത് നമുക്കറിയില്ല, ലെങ്ത്തിന് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ പെരിമീറ്റർ 14 എന്ന് തന്നിട്ടുണ്ട്. 14 ഈക്വൽ ടു 2 ഇൻറ്റു 2 പ്ലസ് എക്സ് ആണ്. 2 ഇൻറ്റു 2 പ്ലസ് എക്സ് ആണ്. 2 ഇൻറ്റു 2 പ്ലസ് എക്സ് അല്ലേ, 2 ഇൻറ്റു ആണ് അല്ലേ. അത് റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 14 അല്ലേ ഉള്ളത്, 14 അല്ലേ. 14 ഡിവൈഡഡ് ബൈ 2 ആയി. അപ്പോൾ 14 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 ഈക്വൽ ടു 2 പ്ലസ് എക്സ് ആണ്. 7 ഈക്വൽ ടു 2 പ്ലസ് എക്സ്. നമുക്ക് എക്സ് ആണ് അറിയേണ്ടത്, എക്സ് ആണ് ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 പ്ലസ് എക്സ് അല്ലേ, പ്ലസ് 2 അല്ലേ അവിടെ ഉള്ളത്. അപ്പോൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ 2നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ
7 ആണ് അപ്പുറത്തുള്ളത് അല്ലേ, ലെഫ്റ്റ് സൈഡിൽ 7 അല്ലേ ഉള്ളത്, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 7 - 2 ആണ് ലെങ്ത് എക്സ് എന്ന് പറയുന്നത്. 7 - 2 എന്ന് പറയുന്നത് 5 ആണ്, ലെങ്ത് ഈക്വൽ ടു 5 ആണ്. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 20 സെൻറ്റിമീറ്റർ, സൈഡ് ഓഫ് ഇറ്റ്സ് ലെങ്ത് ആണ് ബി ക്വസ്റ്റ്യന്. ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. പെരിമീറ്റർ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു സൈഡാണ്, അതല്ലെങ്കിൽ സൈഡ് ഓഫ് 1 ലെങ്ത് എന്ന് പറഞ്ഞാൽ ക്വാഡ്രപ്പോൾ ഓഫ് ഇറ്റ്സ് പെരിമീറ്റർ ആണ്, അല്ലെങ്കിൽ 20 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. 20 ഡിവൈഡഡ് ബൈ 4 അപ്പോൾ സൈഡ് ഓഫ് 1 ലെങ്ത് ഈക്വൽ ടു 5 ആണ്. പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈക്വൽ ടു 12 മീറ്റർ, ലെങ്ത് ഈക്വൽ ടു 3 മീറ്റർ, ബ്രെഡ്ത്ത് ആണ് അറിയില്ല, തന്നിട്ടുണ്ട് 12 ആണ് പെരിമീറ്റർ. 12 ഈക്വൽ ടു 2 ഇൻറ്റു 3 പ്ലസ് ബി ആണ്, ബ്രെഡ്ത്തിന് ബി എന്ന് ഡിനോട്ട് ചെയ്യുക, 3 പ്ലസ് ബി. 2 ഇൻറ്റു 3 പ്ലസ് ബി ആണ്. 2 റൈറ്റ് സൈഡിലുള്ള 2നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആയി. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 6 ആണ്. 6 ഈക്വൽ ടു 3 പ്ലസ് ബി ആണ്. അപ്പോൾ ബി ഈക്വൽ ടു 6 - 3, ഇവിടെ റൈറ്റ് സൈഡിൽ +3 ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -3 ആവും. 6 - 3 ഈക്വൽ ടു 3 തന്നെയാണ്, ബ്രെഡ്ത്ത് ഈക്വൽ ടു 3. Next question, a rectangle having side length 5 cm and 3 cm is made using a piece of wire. If the wire is straightened and then bent to form a square, what will be the length of the side of the square എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു റെക്റ്റാങ്കിളിന് അതിൻ്റെ സൈഡ് ലെങ്ത്ത് 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ആണുള്ളത്. അങ്ങനെയുള്ളൊരു റെക്റ്റാങ്കിളിൻ്റെ നമ്മൾ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു വയർ എന്നുള്ള രീതിക്കാണ്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എങ്ങനെ ആയിരിക്കും? 2 ഇൻറ്റു L + B ആയിരിക്കും അല്ലേ, 2 ഇൻറ്റു L + B. അപ്പോൾ L 3 ആണ്, ബി എന്ന് പറയുന്നത് L 5 ആണ്, ബി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 5 + 3 എന്ന് പറയുന്നത് 8 ആണ്. 2 ഇൻറ്റു 8 16. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 16 എന്ന് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ചുറ്റളവ് 16 ആയിരിക്കും. ഇനി ഈ സെയിം വയർ തന്നെ, ഇഫ് ദ വയർ ഈസ് സ്ട്രൈറ്റ് ഉണ്ട്, അത് നേരെ വെച്ചിട്ട് അത് സ്ക്വയറിൻ്റെ ആകൃതിയിൽ ബെൻഡ് ചെയ്തു, വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. ആ സ്ക്വയറിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് പെരിമീറ്റർ എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ. റെക്ടാങ്കിളിൻ്റെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ഈക്വൽ ആണ് ഇവിടെ ഉള്ളത്. ഒരേ വയർ തന്നെയാണ്, അത് റെക്ടാങ്കിളിൽ രീതിക്ക് ബെൻഡ് ചെയ്തു, അതിൻ്റെ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പെരിമീറ്റർ 16 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ സെയിം വയർ തന്നെ ഒന്ന് സ്ട്രൈറ്റൺ ചെയ്തിട്ട് അത് സ്ക്വയറിൻ്റെ ആകൃതിയിൽ ബെൻഡാക്കിക്കുകയാണ്. സ്ക്വയറിൻ്റെ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 4 ആണ് അതിൻ്റെ 1 സൈഡ് വരിക. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദി സ്ക്വയർ എങ്ങനെയായിരിക്കും വരിക? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും വരിക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഹാവിങ് എ പെരിമീറ്റർ ഓഫ് 55 സെൻറ്റിമീറ്റർ. ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ് തന്നിട്ടുണ്ട്, ഒരു സൈഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പെരിമീറ്റർ അറിയാം 55 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. ബാക്കിയുള്ള ഹാവിങ് 2 സൈഡ് ഓഫ് ലെങ്ത്, ബാക്കിയുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്ററും 40 സെൻറ്റിമീറ്ററും ആണുള്ളത്. ആദ്യം തന്നെ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് സം ഓഫ് ഇറ്റ്സ് 3 സൈഡ്സ് ആണ്. അപ്പോൾ 20 + 14 ഉണ്ട്, പിന്നെ ഒരു എക്സ് എന്നുള്ളൊരു സൈഡും കൂടി ഉണ്ട്. 20 + 14 എന്ന് കൂട്ടിയാൽ 34 ആണ് കിട്ടുക. നമുക്കറിയാം 55 ആണ് തന്നിട്ടുള്ള പെരിമീറ്റർ. 55 ഈക്വൽ ടു 34 + എക്സ് ആണ്, എക്സ് ആണ് അതർ സൈഡ്. അപ്പോൾ ഈ +34നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ 55 - 34 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുക 21 ആണ്. 21 ആണ് അതർ സൈഡ് വരുന്നുണ്ടാവുക.